ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. കുറേ മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ലീഫ് ടിപ്പ് ഒന്ന് ശരിക്കും കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഇന്നലെയും വീണ്ടും റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അത് വെച്ചൊരു സൺഫ്ലവറാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് വിൽട്ടൻ്റെ ലീഫ് ടിപ്പാണ്. അതായത് നമ്പർ 352 ആണ്. അപ്പോൾ ഇതിൽ തന്നെ കുറേ മോഡലുണ്ട്. ഇതിൻ്റെ വേറെ സൈസ് ഇലയൊക്കെ വരുന്നതുണ്ട്. അപ്പം എൻ്റെ അടുത്തുള്ളത് ഇതാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ കുറച്ച് ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫ്ലവർ നെയിലും എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ബട്ടർ ക്രീമാണ്. ഇവിടെ ഞാൻ 2 കളറാണ് എടുത്തിട്ടുള്ളത്. ഒരെണ്ണം ഞാൻ ചോക്ലേറ്റ് ബട്ടർ ക്രീമാണ് ആക്കിയിട്ടുള്ളത്. കുറച്ച് കൊക്കോ പൗഡർ ചേർത്ത് ഈ ഒരു കളറാക്കി എടുത്തതാണ്. അതിന് ഞാൻ ചെറിയ ഓപ്പൺ സ്റ്റാർ ടിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതെനിക്ക് പ്രസ്റ്റീജിൻ്റെ ഡെക്കറേറ്റിംഗ് കിറ്റ് വാങ്ങിക്കുമ്പം കിട്ടിയ ടിപ്പാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് യെല്ലോ കളർ ബട്ടർ ക്രീമാണ്. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ഫ്ലവർ നെയിലേക്ക് ഒരു ഇത്തിരി ക്രീമാക്കി കൊടുക്കാം. എന്നിട്ട് ആ ബട്ടർ പേപ്പറിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ആ ഒരു സെൻറ്ററിലെ ആ ബോർഡർ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിക്ക് ചോക്ലേറ്റ് ബട്ടർ ക്രീം വെച്ച് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. ഇത് നമുക്ക് ലീഫ് ടിപ്പ് വെച്ച് ഇതുപോലെ ലീഫ് വരച്ചെടുക്കാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, എന്നിട്ടൊന്ന് വലിച്ചെടുത്താൽ മതി. നമ്മുടെ ലീഫായി വരും. കുറച്ച് വലിയ ലീഫൊക്കെ വേണമെങ്കിൽ ക്രീം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നല്ല വലിയ ലീഫായി കിട്ടും. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയി വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. അപ്പം ആദ്യം ഒരു ലെയർ ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ലെയർ എല്ലാത്തിൻ്റെയും സെൻറ്ററിൽ ഇതുപോലെ വരച്ചെടുക്കാം. 2 ഇലയുടെ സെൻറ്ററിലായിട്ട് വീണ്ടും ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിക്ക്. ഈ ലീഫ് ടിപ്പ് വെച്ച് തന്നെ വേറെയും ഫ്ലവറൊക്കെ ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. സെൻറ്റർ ഭാഗം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓറിയോ ബിസ്ക്കറ്റ് ഒക്കെ ഇടാറുണ്ട്. ചെറിയ മിനി ഓറിയോസ് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താലും മതി. പിന്നെ അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ ബോൾസ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. ഞാൻ ഒരെണ്ണം കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ കേക്കിൻ്റെ മേലെ വെക്കണമെങ്കിൽ ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ ഒരു 10-15 മിനിറ്റ് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ബട്ടർ പേപ്പറിൽ നിന്ന് എടുത്ത് കേക്കിൻ്റെ മേലെ വെക്കാൻ പറ്റും. കപ്പ് കേക്കിലാണ് ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റ് അതിന് മേലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പി വീഡിയോകളും ഇതുപോലത്തെ ഡെക്കറേഷൻ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. താങ്ക് യു.